ഹായ് ഹലോ നമസ്കാരം. നമുക്ക് ആവശ്യമില്ലാതെ മോട്ടിവേഷൻ തരുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ? ഒരുപാട് പേരുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ. പക്ഷെ നല്ലത് പറഞ്ഞു തരാൻ ഒരാളും കാണില്ല. ആവശ്യമില്ലാത്ത കാര്യത്തിന് മോട്ടിവേഷൻ ചെയ്യാൻ ഒരുപാട് പേര് കാണും. ഞാൻ ഇന്നലെ ബോച്ചയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ബോച്ചയിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ഇത് ചെയ്തിട്ട് ഞാൻ വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ അമീൻ മന്നം, അതെ, അമീർ മന്നു എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ പറയുന്ന ഒരു വീഡിയോയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഈ ലേഡീസിന്റെ ജെന്റ്സിന്റെ ഒക്കെ ഈ പറയുന്ന ഒരു ഡ്രസ് ധാരണ, ഈ സെക്ഷൽ ഫീലിംഗ്, ഇങ്ങനെ ഇതിനെപ്പറ്റിയൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷെ വളരെ ലളിതമായിട്ട് ഒരു മനുഷ്യൻ എങ്ങനെ ആവണമെന്നും ആ മനുഷ്യൻ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നും ഒപ്പം തന്നെ ഈ ലേഡീസിന്റെ ജെന്റ്സിന്റെ ഒക്കെ ഈ സെക്സ് ബിഹേവിങ്ങിനെ പറ്റി ആണുങ്ങൾ ഒരു മാന്യതയില്ലാതെ ആണുങ്ങളുടെ വിലകളാണ്. ഒരു പെണ്ണിന്റെ ഡ്രസ്സ് കണ്ട ഇറ്റ് വീഴുന്ന ഞരമ്പ് രോഗികളാണോ ആണുങ്ങൾ? പൊതുധാരണ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇപ്പൊ രാഹുൽ ഈശ്വറിന്റെ ഒക്കെ ഒരുപാട് പ്രസ്താവനകൾ കേട്ടു. എന്തായാലും ഈ സഹോദരൻ എന്താണ് നിങ്ങളോട് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. ആ നടിയെ കുറിച്ച് അയാൾ അങ്ങനെ പറഞ്ഞത് ശരിയായോ? എന്താണ് നിങ്ങളെ അഭിപ്രായം? മെസ്സേജ് റിക്വസ്റ്റിൽ കൂടുതലും അതായിരുന്നു. അതുപോലെ ഇന്ന് വാട്സപ്പിലും ഇൻസ്റ്റയിലുമായിട്ട് എന്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് ബിസിനസ്സുകാരനെ അറസ്റ്റ് ചെയ്തതിനെ കുറിച്ച് നിങ്ങൾ ഒരു അഭിപ്രായം പറയണം, കസ്റ്റഡിയിൽ എടുത്തതിനെ കുറിച്ച് അഭിപ്രായം പറയണമെന്നുള്ള. നമ്മൾ 2025 നമുക്ക് ഭയങ്കര രസമാണ് മറ്റുള്ളവരുടെ വിഷയങ്ങൾ കേൾക്കാനും അതിനെക്കുറിച്ച് പറയാനും ഒക്കെ. അല്ല, എന്റെ 39ാമത്തെ വയസ്സിലേക്ക് കിടക്കാൻ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ ചെറിയൊരു എക്സ്പീരിയൻസ് പറയട്ടെ. ഞാൻ എന്നിലേക്ക് ശരിക്കും നോക്കി തുടങ്ങിയപ്പോഴാണ് പല നേട്ടങ്ങളും എനിക്ക് കൊയ്യാൻ പറ്റിയത്. അതായത് ചെറിയ ചെറിയ നേട്ടങ്ങൾ. അൽഹംദുലില്ലാഹ്. നമ്മൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരുടെ വിഷയങ്ങൾ കേൾക്കാനും അത് പറയാനും ഭയങ്കര താല്പര്യം കാണിക്കും. താല്പര്യം മോശമാണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മളെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടതാണെങ്കിൽ നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യുക. അല്ലാത്തത് ജസ്റ്റ് ഒന്ന് കേട്ടങ്ങ് ഇഗ്നോർ ചെയ്യുക. അതിലിങ്ങനെ മുഴുകിയിരിക്കുന്നത് പലപ്പോഴും നമ്മൾ മറന്നു പോകും. നമ്മളെ ജീവിതം, നമ്മളെ നേട്ടങ്ങൾ മിസ്സായി പോകും. അവസാനം പ്രാരാബ്ദം, സങ്കടവും മറ്റുള്ളവരോട് പറയേണ്ടി വരും. നമ്മളെ കാര്യം ഉപദേശമായിട്ട് എടുക്കേണ്ട. എന്റെ ചെറിയ എക്സ്പീരിയൻസിൽ പറയാണ്. ഇനി ഈ വിഷയം എല്ലാവരും ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ. ബയോളജിക്കലി ആണുങ്ങൾക്ക് സ്ത്രീകളുടെ ശരീരഭാഗങ്ങൾ കാണുമ്പോൾ സെക്ഷൽ ഫീൽ വരും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളെക്കാളും കൂടുതൽ അട്രാക്ഷൻ അവർക്കുണ്ട്. നല്ല അത്ലറ്റിക് ബോഡിയുള്ള ഒരു പുരുഷന്റെ ഷർട്ടില്ലാത്ത ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ സ്ത്രീകൾക്കും അട്രാക്ഷൻ തോന്നും. പക്ഷെ സ്ത്രീകൾ പറയും നമുക്ക് അങ്ങനെ അട്രാക്ഷൻ ഒന്നും തോന്നില്ല പുരുഷന്മാരെ കണ്ടാലും. വെറുതെ പറയാം. റീസെന്റ് ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. ഒരു സ്ട്രീറ്റിലൂടെ ഷർട്ടില്ലാത്ത നല്ല വൈഡ് ചെസ്റ്റ് ഉള്ള ഒരു പുരുഷൻ ഇങ്ങനെ നടന്നു പോവാണ്. സ്ത്രീകളെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു ക്രിയേറ്റഡ് വീഡിയോ. പക്ഷെ അതിന്റെ അടിയിൽ കണ്ട കമന്റ് ജെനുവിൻ അക്കൗണ്ടിൽ നിന്ന് എത്രയോ ഫീമെയിൽസ് ഹോട്ട് ഹാൻസം എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ടുണ്ട്. നല്ല ചെസ്റ്റലുള്ള ആണുങ്ങളെ കാണുമ്പോൾ സ്ത്രീകൾക്കും ഫീലിങ്സ് ഉണ്ട് എന്നുള്ള വാസ്തവം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. അവരും ഈ വായി തോന്നുന്നത് ബോഡി ബിൽഡേഴ്സിന്റെ പോസ്റ്റിന്റെ അടിയിൽ വളരെ മോശം വൾഗർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? നമ്മളതങ്ങ് എന്റർടൈൻ ചെയ്ത് ഒഴിവാക്കും. കാരണം നമ്മൾ ആണുങ്ങൾ മഹാമനസ്കരാണ്. പക്ഷെ അവരിടൂല. സ്ത്രീകൾ അത്ര മോശം കമന്റുകൾ വളരെ കുറവ് ഇടും. ഇടുന്നുണ്ടെങ്കിൽ തന്നെ സ്ത്രീ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ആണുങ്ങളായിരിക്കും ഇടുന്നുണ്ടാവും. അവരത് കണ്ട് ആസ്വദിച്ചിട്ട് അവർ നല്ലൊരു കമന്റ് ഇട്ടിട്ട് അങ്ങ് പോകും. മാന്യമായ വസ്ത്രധാരണം എന്ന് നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ. ഈ മാന്യമായ വസ്ത്രധാരണം ശ്രദ്ധിക്കുന്നതൊക്കെ നല്ലതാണ്. തോന്നിയതുപോലെ നടക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് വായി തോന്നുന്ന പറയാനുള്ള ഒരു അവകാശമില്ല. അവര് തോന്നിയതുപോലെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ വായി തോന്നുന്നത് വിളിച്ചു പറയുമ്പോൾ അവരെക്കാൾ ഒരുപടി താഴെയാണ് നമ്മൾ എന്ന വാസ്തവം മനസ്സിലാക്കിയാൽ മതി. നമ്മൾ പഠിച്ചത് പറയാ, സ്ത്രീകളുടെ ബ്രെയിനിൽ സെക്സിന്റെ അളവ് വളരെ കുറവാണ്, പുരുഷന്മാരുടെ ബ്രെയിനിൽ സെക്സിന്റെ അളവ് വളരെ കൂടുതലാണ് എന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ അവർക്ക് നമ്മളോളം അല്ലെങ്കിൽ നമ്മളെക്കാളും ഇത് ആസ്വദിക്കാനും അതിനുള്ള അളവുണ്ട്. പക്ഷേ അവരത് കൺട്രോൾ ചെയ്യാൻ വിദഗ്ധമായി പഠിച്ചിട്ടുണ്ട്. ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, എവറിത്തിങ് അബൌട്ട് വുമൻ എന്ന് പറഞ്ഞിട്ട്. ഒരു കുറെ പേജുള്ള ബുക്കാണ്. ആവേശത്തിൽ പലരും വാങ്ങിച്ചു, സ്ത്രീയെ കുറിച്ച് പഠിക്കാനുള്ള ആവേശത്തിൽ വാങ്ങിച്ചിട്ട് അത് തുറന്നു നോക്കുമ്പോൾ അത് മൊത്തം പേജുകളും കാലിയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഇത്രയും കാലം പരിശ്രമിച്ചിട്ടും ഒരു സ്ത്രീയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ അയാൾക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു സ്ത്രീയെ മറ്റൊരു സ്ത്രീക്ക് പോലും മനസ്സിലാക്കാൻ പറ്റില്ല എന്നൊരു വാസ്തവമാണ്. നിയമവും അവർക്ക് അനുകൂലമാണ് ഏത് വിഷയത്തിലും. ഇപ്പൊ നമ്മൾ കേട്ടിട്ടില്ല, കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീയെ നമ്മൾ പ്രലോഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശിക്ഷ ഉണ്ട് എന്നൊക്കെ. നമ്മളിങ്ങോട്ട് പ്രലോഭിച്ചാല ഈ അട്രാക്ഷനും അറ്റൻഷനും ഫിസിക്കലി ഫസ്റ്റ് നമുക്ക് അവരാന്നല്ലല്ലേ നമ്മൾ പഠിച്ചത്. ആ പേരും പറഞ്ഞിട്ട് നമ്മളെ അറ്റൻഷൻ കാണിച്ച് അങ്ങ് പോയി കഴിഞ്ഞാൽ പണി നമുക്ക് അവര് പ്രലോഭിച്ചെന്നുണ്ട് നമ്മൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ പിടിച്ച് ജയിലിൽ വിടുവോ? ഇല്ല. അതുകൊണ്ട് ഇല മുള്ളിൽ വീണാലും മുള്ളിലയിൽ വീണാലും മുന്നോട്ടിഞ്ഞു പോകുന്നുള്ള വാസ്തവം ഇനി മനസ്സിലാക്കുക. കാലം മാറിക്ക് ശ്രദ്ധിക്കുക. കാലത്ത് സുന്ദരമായിട്ട് ജീവിക്കണമെങ്കിൽ പാസ്റ്റ് ഇസ് പാസ്റ്റ്. നല്ല പോലെ എല്ലാവർക്കും ഒരു കുറവും വരുത്താതെ ബഹുമാനം കൊടുത്ത് ജീവിച്ചങ്ങ് പോയാലും നല്ലത്. നമ്മുടെ നാട്ടിൽ എത്രയോ മോട്ടിവേഷനൊക്കെ ചെയ്യുന്നവരുണ്ട്. 4 ഫാൻസിനെ ഉണ്ടാക്കുക, 4 പേരെ തെറി പറയിപ്പിക്കുക എന്ന ഉദ്ദേശത്തിനപ്പുറം നിങ്ങൾക്കറിയാം, ബിഗ് ബോസിലൊക്കെ പോയ മോട്ടിവേഷൻ ചെയ്യുന്ന കുറെ ആൾക്കാരൊക്കെ
വെളിയിൽ ഇറങ്ങി 4 ഫാൻസിനെ ഉണ്ടാക്കി മറ്റുള്ളവരെ ബുള്ളി ചെയ്യാൻ നിൽക്കുന്നിടത്ത് ഇദ്ദേഹത്തിന് ഏകദേശം ഒരു ബിഗ് ബോസിൽ ഒന്നും പോകാതെ, ഞാൻ ആദ്യമായിട്ടാണ് ഇദ്ദേഹത്തിന്റെ വീഡിയോ കാണുന്നത്. ഈ അമീൻ മനൻ എന്ന് പറയുന്ന ഈ ഒരു ഐഡിയയിലുള്ള ഇദ്ദേഹത്തിന്റെ പിന്നെ കുറച്ചൊരു 3 ലക്ഷം പേരുണ്ട്. പുള്ളിക്ക് ഇത് തന്നെ ചെയ്യാം വേണമെങ്കിൽ, കുത്തിയിളക്കി. ഇപ്പൊ ഷെരീഫൊക്കെ ചെയ്യുമാതിരി, ഷെരീഫിനെ പോലുള്ള ആൾക്കാരൊക്കെ ചെയ്യുമാതിരി ഈ പുള്ളിക്കാരനും ചെയ്യാം. പക്ഷെ പുള്ളി എത്ര വ്യക്തമായിട്ട് ആൾക്കൊപ്പം തന്നെ ആളെ ഫോളോ ചെയ്യുന്നവരും വളരണം, മാനസികപരമായിട്ടും വളരണം എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ മാർക്കോ എന്ന് പറയുന്ന സിനിമ കണ്ടു കാണും, ഒരുപാട് കയ്യടി നേടിയ ഒരു സിനിമയാണ്. ആ സിനിമയുടെ ക്ലൈമാക്സിൽ നമ്മുടെ നായകൻ ഷർട്ട് അങ്ങോട്ട് ഊരുന്നൊരു സീൻ ഉണ്ട്. പെണ്ണുങ്ങളും ആണുങ്ങളും സഹിതം കൈയടിച്ചൊരു സംഭവമാണ്. എന്തുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് ഒരു പെണ്ണ് ഒരു മോശമായിട്ടൊരു കമന്റ് ചെയ്തില്ല? അല്ലെങ്കിൽ എത്രയോ സൽമാൻ ഖാൻ അടക്കം എത്രയോ പേര് ഇത് ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് ചെയ്തില്ല? കാര്യം അവർക്ക് അവരുടെ വികാരങ്ങളെ ഒതുക്കി വെക്കാൻ കഴിവുണ്ട്. നമ്മൾ ആണുങ്ങൾ കുറേ പേര് സെക്ഷൽ ഫ്രസ്ട്രേഷൻ അതായത് കിട്ടുന്നില്ല, കൊതിക്കറിവ്, ഇതാണ് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രസ്ട്രേഷൻ കാരണം ചെയ്യുന്നതാണ്. ഇനി കഴിഞ്ഞ ദിവസം നമ്മുടെ കേരള പോലീസിൽ നിന്നൊരു സംഭവം കൂടെ വെളിയിൽ വന്നിട്ടുണ്ട്. കേരള പോലീസ് പുതുതായിട്ട് പുറപ്പെടുവിച്ച ഒരു ഇതാണ് കാര്യം, നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള നിയമങ്ങളൊക്കെ ശക്തമാക്കുന്നുള്ള രീതിയിൽ കേരള പോലീസ് വെളിയിലേക്ക് വിട്ട ഒരു സംഭവം കൂടെ നമുക്ക് കാണാം. സാറിന്റെ പേര് എനിക്കറിയില്ല, സാറിന്റെ വീഡിയോ കൂടെ നമുക്കൊന്ന് കാണാം. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ടെലിഗ്രാം ഉൾപ്പെട്ട എല്ലാ സോഷ്യൽ മീഡിയ പോസ്റ്റ് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ഒരു ഹേറ്റ് ആയിട്ടുള്ള മെസ്സേജ് അല്ലെങ്കിൽ ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്താൽ അപ്പം തന്നെ പോലീസ് കേസ് എടുക്കും, നോൺ ബെയിലബിൾ കേസ് എടുക്കും. ഈ വാട്സപ്പ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പ്സിൻ്റെ അഡ്മിനും പ്രതിയാക്കാം. സോ വളരെ ശക്തമായ മോണിറ്ററിങ് നടത്തുന്നുണ്ട് ജില്ലയിൽ. എല്ലാവരും വേണ്ടി ആക്ടിവിറ്റീസ് നമ്മുടെ വാച്ചിൽ ഉണ്ട്. സോ ആരെങ്കിലും ഹേറ്റ് മെസ്സേജ് അല്ലെങ്കിൽ ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്താൽ അപ്പം തന്നെ പോലീസ് കേസ് എടുക്കും. കമന്റിൽ ഇരുന്ന് അസഭ്യം പറയുന്നവർ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് നല്ലത് പറഞ്ഞു തരാൻ ആരും കാണില്ല എന്നുള്ളൊരു കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞിരുന്ന എല്ലാം നല്ലതാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നി ഈ ഒരു കാര്യം നിങ്ങളോട് പറയണമെന്ന്. നല്ലത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഉൾക്കൊള്ളുന്നവർ വളരെ കുറവാണ്. ഈ വീഡിയോയ്ക്ക് അതുകൊണ്ട് അത്രത്തോളം റീച്ചേ കാണും. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ എനിക്ക് മെൻഷൻ ചെയ്യാനുണ്ടായിരുന്നു. കാര്യം കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. ഒരു ഫേക്ക് ഐ ഡി കമന്റ് ഇട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തോ ഫേക്ക് ഐ ഡിയുടെ പേര് ചാളമേരി എന്നുള്ള ഒരു ഫേക്ക് ഐ ഡി കമന്റ് ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ വന്നിട്ട് എന്നെ തെറി പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി അവരെ എനിക്ക് തിരിച്ച് തെറി പറയാം. പക്ഷെ ഞാൻ ഇപ്പോൾ നല്ലത് മാത്രം ഫോളോ ചെയ്തു പോകുന്ന ഒരാളാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഡിസംബർ 24 എൻ്റെ ബർത്ത്ഡേ ദിവസമായിരുന്നു. ആർക്കും അറിയില്ല, കാര്യം എൻ്റെ ബർത്ത്ഡേ ഞാൻ അങ്ങനെ ആഘോഷിക്കാറില്ല. എൻ്റെ ബർത്ത്ഡേ ദിവസം ഡിസംബർ 24 എൻ്റെ ചേട്ടൻ്റെ കുഞ്ഞ് മരിച്ചുപോയി. അതിനുശേഷം ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്ര വലിയ ആക്റ്റീവ് ഒന്നുമല്ല. ചേട്ടൻ്റെ കുഞ്ഞ് 13 വയസ്സായിരുന്നു, ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അതിനുശേഷം ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. അതിനുശേഷം കുറെ സോഷ്യൽ മീഡിയയിൽ കുറെ സ്റ്റണ്ട് കിടക്കുന്നുണ്ട്, കുറെ ഫേക്ക് ഐഡിയകളൊക്കെ കിടന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിനൊന്നും എനിക്ക് മറുപടി പറയാൻ സമയം കിട്ടിയില്ല. അപ്പൊ ഒരു പുള്ളിക്കാരി വന്ന് ചോദിച്ചു, ഇതേ കണക്ക് വന്ന് ചോദിച്ചു എന്നല്ലൊരു വൃത്തികെട്ട ഭാഷയിൽ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഇതേ കണക്കുള്ള വർത്താനം എന്നോട് പറയരുതെന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് തള്ളക്കിളിയായിരുന്നു. ഞാൻ ചേച്ചിന്ന് വിളിച്ച നാവുകൊണ്ടവരെ ഞാൻ ചീത്ത വിളിച്ചിട്ടില്ല. പിന്നെ ബെസ്റ്റ് മാനിപ്പുലേറ്ററുടെ അടുത്താണ് അവർ പോയിരിക്കുന്നത്. അവർക്ക് കാലം അതിന് മറുപടി കൊടുക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ എനിക്ക് ഇത് ചെയ്യാൻ പറ്റും, തിരിച്ച് ചീത്ത വിളിക്കാൻ പറ്റും. നിങ്ങൾ എൻ്റെ പഴയ വീഡിയോ ഒക്കെ കണ്ടു കാണുമല്ലോ. തീർത്താത്തേക്ക് ഞാൻ അതേ ലാംഗ്വേജിൽ അല്ലെങ്കിൽ പാണ്ഡിച്ചക്കൊക്കെ ഞാൻ അതേ ലാംഗ്വേജിൽ മറുപടി കൊടുത്തിരുന്നൊരു കാലമുണ്ട്. പക്ഷേ നമ്മൾ വളരാൻ വേണ്ടി നിൽക്കുന്നവരാണ്. എല്ലാവരും നല്ല പേര് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇവിടെ നിൽക്കുന്നത്. അപ്പം മോശം പേരുകൾ ഉണ്ടാക്കരുത് എന്നുള്ള രീതിയിൽ തന്നെ ആണ് നമ്മൾ സ്വയം വളരണം. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ചത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ്. നമ്മൾ എവിടെ വളരുന്നു എന്ന് വിചാരിക്കാൻ നേരത്ത് നമ്മളുടെ വികാരങ്ങളിൽ നമ്മൾ വിജയിക്കാൻ നേരത്ത്, മനസ്സിലായില്ലേ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉള്ള ആൾക്കാർ കമന്റ് ഇടുന്നതും ഈ തെറി വിളിക്കുന്നവരോടൊക്കെ ആയിട്ട് പറയുവാണ്, നമ്മൾ വളരുന്നത് അല്ലെങ്കിൽ ആദ്യം നമ്മൾ വളരണം, എന്നിട്ട് അത് നമുക്ക് മറ്റുള്ളവരിലേക്ക് കൊടുക്കണം. നമ്മൾ പെർഫെക്റ്റ് ആയിട്ടൊന്നും നമുക്ക് ജീവിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ മാക്സിമം നമ്മുടെ തെറ്റുകളെ ശരികളാക്കി മുന്നോട്ട് പോവുക.
ഈ പറഞ്ഞ ലേഡിയോക്ക് എന്നോട് ദേഷ്യം തോന്നായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു പർട്ടിക്കുലർ ലേഡിയോട് ദേഷ്യമുണ്ട്. അപ്പൊ അവരന്ന് പറഞ്ഞ കുറെ കാര്യങ്ങളിൽ എനിക്ക് കൺവിൻസ്ഡ് ആണ്. കാര്യം അവരുടെ പേഴ്സണൽ ലൈഫിൽ നടന്ന കുറച്ച് സംഭവങ്ങളെ ഇവർ വെളിയിൽ പറഞ്ഞു എന്നുള്ള കാര്യമാണ് അവർ ഭയങ്കരമായിട്ട് ഇൻസൾട്ടായിട്ട് തോന്നിയതും ഈ പറയുന്ന വർഷത്തിന് വരെയും. അപ്പൊ എനിക്കറിയാവുന്ന ചാനലുകളിൽ അടക്കം എനിക്ക് എപ്പോഴും കിട്ടുന്ന കാര്യമാണ്, സ്വാഭാവികമായിട്ടും കിട്ടുന്നതാണ്. ചാനലുകളിൽ അടക്കം ഞാൻ ഇവരെ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ ഇവരുടെ ചാനൽ ഞാൻ പ്രൊമോട്ട് ചെയ്യും. എനിക്കറിയാവുന്ന ജിന്യൂസ്, റീചേച്ചി, അങ്ങനെ കുറേ ചാനലുകളെ കൊണ്ട് ഞാൻ ഇത് വീണ്ടും പ്രൊമോട്ട് ചെയ്യാനൊക്കെ നോക്കി. അങ്ങനെ അവർ 50 സബിന് മുകളിൽ വന്ന് 2-3 ദിവസം കൊണ്ട് വന്നു. അവർ പിന്നെ ലൈവുകൾ വന്നു, പിന്നെ തെറി പറഞ്ഞു. ആ ഒരു വ്യക്തി അത്ര വലിയ ക്രൂരതയൊന്നും ചെയ്തിട്ടില്ല, അവരെ പിന്നെ ഇല്ലാതാക്കണം എന്നുള്ള രീതിയിൽ തെറി പറയും. പിന്നെ പാണ്ഡിച്ച് മറ്റുമൊക്കെ ഇത് ചെയ്തപ്പോൾ എനിക്ക് അവരോട് അനുകൂലിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എനിക്ക് തെറിയായിരുന്നു. അത് മാത്രമല്ല, പാണ്ഡിച്ച് ക്രിമിനൽ ആണെന്ന് ഞാൻ അവരോട് പറഞ്ഞു. എനിക്കറിയാവുന്ന ഭാഷയിൽ അവർക്ക് നല്ലത് വരും, നാളെ അവർക്ക് ഇതിലും വലിയ മോശം വരും എന്നുള്ള 100%, 100-150% ഉറപ്പുണ്ടായതുകൊണ്ട് ഞാൻ അവരോട് കാര്യം പറഞ്ഞു. എന്നിട്ടും എനിക്ക് തെറിയായിരുന്നു. ഇതിനു മുമ്പ് നിങ്ങൾക്കറിയാം, വേറൊരു ലേഡി, ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു ലേഡി എന്നെ കുറച്ച് നാൾ മുമ്പ് തെറി പറഞ്ഞത്. അന്ന് ഒരു ഫേക്ക് ഐഡിയുടെ പുറത്താണ്. ആ ഫേക്ക് ഐഡി ആരുടെയാണെന്ന് ഞാൻ ഓപ്പണായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഫേക്ക് ഐഡിയുടെ പുറത്ത് അന്ന് അവര് എന്നെ തെറി പറഞ്ഞു. പക്ഷെ ഞാനതൊന്നും ആരെ കൺവിൻസ് ചെയ്യാൻ പോയിട്ടില്ല. കാര്യം എൻ്റെ ഒരു ഉത്തരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാലം ഇപ്പൊ ഈ പറയുന്ന വണ്ടിച്ചേ സഹിതം കാലം ഒരിക്കൽ എൻ്റെ മുമ്പിൽ തിരിച്ചു കൊണ്ടുവന്ന് നിർത്തി എൻ്റെ ചാനലിൽ കയറിയിരുന്ന എന്നോട് മാപ്പ് പറയുന്ന സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ എനിക്ക് ആളാവാം. പക്ഷെ അതൊന്നും വേണ്ട. കാലം മറുപടി കൊടുക്കട്ടെ. കാലം എല്ലാവരും എൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഒന്ന് കണ്ണ് നനഞ്ഞ് തിരിച്ചു വന്ന് കാലം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. നമുക്ക് വ്യക്തിവൈരാഗ്യം, ഒരാളെ ഇല്ലാതാക്കാൻ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്വയം ഇല്ലാതാവും. അത് എൻ്റെ ഒരു അറിവ് വെച്ചും കൂടെ പറയുകയാണ്. നമ്മൾ എന്നെ കുറച്ച് പേര് ഈ പറയുമ്പോൾ എന്നെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പേര് കച്ച കെട്ടി എൻ്റെ വീട്ടുകാരെയൊക്കെ പറഞ്ഞപ്പോൾ സഖി കേട്ടിട്ട് അപ്പന് ഇതൊക്കെ അമ്മയുടെ ഈ പറയുമ്പോൾ സ്വകാര്യ ഭാഗത്ത് ഒന്നിനെ കയറ്റി വരണേ കയറ്റും എന്നൊക്കെ ഇങ്ങനെ അത്ര നീചമായ വൃത്തിയോട് പറഞ്ഞ സമയത്ത് ഞാൻ ഇവരെയൊക്കെ തിരിച്ച് അപ്പനും അമ്മയ്ക്കൊക്കെ പറഞ്ഞെന്ന് മാത്രമല്ല, ഇതിനകത്തൊരു പർട്ടിക്കുലർ വ്യക്തിയുടെ, അന്ന് ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ, വലിയ ബിഗ് ബോസിലൊക്കെ പോയ വലിയ ഒരാളുടെ അച്ഛൻ വന്നിട്ട് എന്നോട് പറയുകയാണ്, നീ ഇനി ഗൾഫിൽ പോവില്ല, നിന്റെ ലൈഫ് തകർക്കും. എന്നിട്ട് ഡെയിലി കേസൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഇന്ന ചാനലിനെ കൊണ്ട് ഞാനാണ് തെറി പറയിപ്പിക്കുന്നതെന്നൊക്കെ ഇദ്ദേഹം എന്നോട് വിളിച്ച് പേഴ്സണലി പറഞ്ഞിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു പോലീസ് കേസും മറ്റുമൊക്കെ വന്നിരുന്നു. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ അങ്ങനെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഞാൻ പുള്ളിക്കാരനെയും ഫാമിലിയും ഞാൻ പറഞ്ഞു. അങ്ങനെ എനിക്കൊരു കേസും മറ്റുമൊക്കെ വന്നിരുന്നു. ഞാൻ ന്യായീകരിക്കുന്നില്ല, നമുക്ക് തെറ്റുകൾ പറ്റും. കാര്യം ആള് പോയ റൂട്ടിൽ ഞാൻ പോകാൻ ശ്രമിച്ചുകൊണ്ടാണ്, അയാളുടെ നിലവാരത്തിലേക്ക് ഞാൻ പോകാൻ ശ്രമിച്ചുകൊണ്ടാണ് എനിക്ക് ഇത്ര വലിയ ഒരു മോശം പേരും മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടായി. പുള്ളി പിന്നെ അത് മാനിപ്പുലേറ്റ് ചെയ്ത് വേറെ രീതിയിലൊക്കെ ആയി. ഞാൻ പണം വാങ്ങി അത് അല്ലെങ്കിൽ പണത്തിന് വേണ്ടി ഞാൻ അത് ചെയ്യും. ഈ പറയുന്ന ഇന്നലെ എന്നെ തെറി വിളിച്ച സ്ത്രീക്ക് ചെയ്ത് പറയാം, ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് ഞാനൊരു പണം, കാര്യം അവർ വരെ എനിക്ക് ഓഫർ ചെയ്തിട്ടുള്ളത്, അവരെന്നല്ല ഒരുപാട് പേരെ എനിക്ക് പണം ഓഫർ ചെയ്തിട്ടുള്ളത് പല കാര്യത്തിനും. ഞാനത് ചെയ്തിട്ടില്ല, വാങ്ങില്ല. അങ്ങനെ ആരെങ്കിലും കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ നന്ദിയില്ലാത്തവനുമല്ല. ഞാൻ അവരെ ചേച്ചി എന്ന് വിളിച്ചിരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ആ ചേച്ചിയുടെ സ്ഥാനത്ത് കണ്ടിരുന്നുകൊണ്ട് ഞാൻ അവരെ തെറി പറഞ്ഞില്ല. സോ എനിക്ക് എപ്പോഴും അനുഭവം ഇതങ്ങനെ, ഈ പാണ്ഡിച്ചി ആയാലും അല്ലെങ്കിൽ ഇപ്പം എന്നെ തെറി പറയുന്ന പിന്നെ മൈഥിലി ആയാലും, ഇവരെല്ലാവരും ഞാൻ എന്ന് പറയുന്നൊരു വ്യക്തി ചാനൽ ഉണ്ടാക്കിയതിന് ശേഷം അതിനകത്തൂടെ പ്രൊമോട്ട് ചെയ്ത് കയറി വന്നവരാണ്. ഇവർക്ക് അതിന് മുമ്പ് ചാനൽ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 10-100 പേരൊക്കെ ഉണ്ടായിരുന്നു ചാനൽ. ഇപ്പോൾ ഇവർ പറയുന്നത് 2000-3000 ഉണ്ടായിരുന്ന ചാനലിനെ ഞാൻ പ്രൊമോട്ട് ചെയ്തെന്നൊക്കെയാണ്. അതെന്തായിക്കോട്ടെ. അപ്പം എൻ്റെ അനുഭവം ഇങ്ങനെയൊക്കെ തന്നെ. ഞാനിപ്പോഴും കുറേ പേരെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പ്രൊമോട്ട് ചെയ്യുന്നു പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്ന സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ കമ്മ്യൂണിറ്റി ആയിട്ടും സഹായിക്കാറുണ്ട്. ഞാൻ നാളെ ഒന്നും പ്രതീക്ഷിച്ചല്ല. കാര്യം ഞാൻ ഈ അടുത്ത കാലത്ത് ഈ ഒലിവിയ വിഷയത്തിലൊക്കെ നിന്ന സമയത്ത് ഞാൻ 1-2 ചാനലുകളെ പ്രൊമോട്ട് ചെയ്ത് അവർ കൃത്യസമയത്ത് എനിക്ക് തരാനുള്ളത് തന്നു. എന്തിനുകൊണ്ടെന്ന് എനിക്കറിയില്ല. അവർ പ്രൊഫഷണൽ യൂട്യൂബേഴ്സ് ആവുന്നതായിരിക്കാം.
പക്ഷെ കുറെ നാൾ കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഒന്നും നേടാൻ കഴിയില്ല എന്നവർ മനസ്സിലാക്കുന്ന ദിവസം മനസ്സിലാക്കട്ടെ, അത്രേ ഉള്ളൂ. അതിനപ്പുറം ഒന്നും ഞാൻ പറയുന്നില്ല. സോ ഫീലിങ്സ് ഉണ്ട് അതിവിടെ. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ അമീൻ മന്നൻ എന്ന് പറയുന്ന ആ വ്യക്തി പറഞ്ഞ കണക്ക് നല്ല മോട്ടിവേഷൻ ചെയ്യുന്ന നല്ല മോട്ടിവേറ്റേഴ്സിന് നിങ്ങൾ ഫോളോ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. കാര്യം അവർ നല്ലത് വിചാരിച്ച് ഞാൻ പോകുന്നതിനൊപ്പം നിലവാരത്തിലും ഇതിലും മറ്റുള്ളവരും വളരണമെന്ന് കാണുന്ന അവരാണ് മോട്ടിവേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരാണ് ശരിക്കും മോട്ടിവേഷൻ. അദ്ദേഹം ഒരു എന്റർപ്രണറാണ്, സംരംഭകൻ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ പുള്ളി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇദ്ദേഹം ആരായാലും ഇദ്ദേഹം ഒരു നല്ലൊരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഒറ്റ വീഡിയോ ഉണ്ട് അയാളുടെ ഫാനായി. സോ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതിനകത്ത് കുറച്ച് എൻ്റെ ഇമോഷനും കൂടെ വന്നിട്ടുണ്ട്. സോ സോറി, ബൈ.